ഇതൊരു നാളുകൾക്ക് മുൻപ് എൻ്റെ ഒരു പരിചയക്കാരിയായ മീരയ്ക്കുണ്ടായ അനുഭവമാണ്. മീര ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ്. അവൾക്ക് കൂട്ടുകാരുമൊത്ത് യാത്ര ചെയ്യാനും പുതിയ സ്ഥലങ്ങൾ കാണാനും വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെയിരിക്കെ അവരുടെ കോളേജിൽ നിന്ന് ഒരു യാത്ര പ്ലാൻ ചെയ്തു. ഹിമാചൽ പ്രദേശിലേക്കായിരുന്നു യാത്ര. ട്രെക്കിങ്ങും മഞ്ഞുമൂടിയ മലനിരകളും തണുത്ത കാറ്റുമെല്ലാം മീരയെയും കൂട്ടുകാരെയും ഒരുപാട് ആകർഷിച്ചു. യാത്രയുടെ ഭാഗമായി അവർ ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിക്കാൻ തീരുമാനിച്ചു. ഗ്രാമത്തിലെ ഒരു പഴക്കം ചെന്ന ഗസ്റ്റ് ഹൗസിലാണ് അവർക്ക് താമസമൊരുക്കിയിരുന്നത്. ഗസ്റ്റ് ഹൗസ് കാഴ്ചയിൽ മനോഹരമായിരുന്നെങ്കിലും അതിനൊരു പഴയ മണമുണ്ടായിരുന്നു. തണുപ്പ് കാരണം എല്ലായ്പ്പോഴും ജനലുകളും വാതിലുകളും അടച്ചിട്ടിരിക്കുന്നതുപോലെ തോന്നി. അവർ എത്തിയ ദിവസത്തെ യാത്രയും ട്രെക്കിങ്ങും കാരണം എല്ലാവരും പെട്ടെന്ന് ഉറങ്ങിപ്പോയിരുന്നു. മീരയ്ക്ക് മാത്രം ഉറക്കം വന്നില്ല. പുറത്ത് മഞ്ഞ് വീഴുന്ന നേരിയ ശബ്ദം കേൾക്കാം. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ചന്ദ്രന്റെ വെളിച്ചത്തിൽ മഞ്ഞ് മൂടിയ മലനിരകൾ ഒരു പ്രത്യേക ഭംഗിയോടെ കാണപ്പെട്ടു. പെട്ടെന്നാണ് അവൾ ശ്രദ്ധിച്ചത്. ദൂരെ ഒരു ചെറിയ വെളിച്ചം കാണുന്നു. ആദ്യം അവൾക്കത് നക്ഷത്രമാണെന്ന് തോന്നി. പക്ഷേ അത് താഴേക്ക് അടുത്തേക്ക് വരുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. അത് പതിയെ ഒരു ടോർച്ച് ലൈറ്റിൻ്റെ വെളിച്ചമായി മാറി. ആരോ ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നു. ഇത്ര രാത്രിയിൽ ആരായിരിക്കും വരുന്നത് എന്ന് മീര ആശ്ചര്യപ്പെട്ടു. അവൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ താഴെ വാതിൽ തുറക്കുന്നതും ആരോ സംസാരിക്കുന്നതും കേട്ടു. അവൾ ജനലിലൂടെ വീണ്ടും നോക്കി. ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിൽ ഒരു ജീപ്പ് വന്നു നിന്നു. അതിൽ നിന്ന് ഇറങ്ങിയത് ഒരു തടിച്ച മനുഷ്യനും കൂടെ ഒരു വയസ്സായ സ്ത്രീയുമായിരുന്നു. അവരുടെ കയ്യിൽ ഒരു വലിയ പെട്ടിയുണ്ടായിരുന്നു. അവർ അകത്തേക്ക് പോയതും സംസാരം പതിയെ ഇല്ലാതായി. മീരയ്ക്ക് ആകാംക്ഷ സഹിക്കാനായില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നറിയാൻ അവൾ പതിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. അവളുടെ റൂമിൻ്റെ വാതിൽ തുറന്നാൽ താഴത്തെ ഹാളിലേക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അവൾ പതുങ്ങി പതുങ്ങി വാതിലിൻ്റെ അടുത്തേക്ക് ചെന്നു. താഴെ ഹാളിൽ ആ തടിച്ച മനുഷ്യനും വയസ്സായ സ്ത്രീയും ഒരു വലിയ പെട്ടി തുറക്കുന്നു. പെട്ടിക്കുള്ളിൽ നിറയെ പഴയ തുണിത്തരങ്ങളും ചില വിചിത്രമായ വസ്തുക്കളുമായിരുന്നു. അവരെന്തോ മന്ത്രം പോലെ പറയുന്നുണ്ടായിരുന്നു. അവരുടെ സംസാരം മീരയ്ക്ക് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിലൊരു ഭയപ്പെടുത്തുന്ന ഈണമുണ്ടായിരുന്നു. പെട്ടെന്ന് വയസ്സായ സ്ത്രീ തല ഉയർത്തി മുകളിലേക്ക് നോക്കി. മീര വേഗം വാതിലടച്ച് കട്ടിലിൽ പോയിരുന്നു. അവളുടെ ഹൃദയം വേഗമാകെ മിടിക്കുന്നുണ്ടായിരുന്നു. അവർ അവളെ കണ്ടോ? അവൾക്ക് പേടി തോന്നി. കുറച്ചു കഴിഞ്ഞ് താഴെ വീണ്ടും ശബ്ദങ്ങൾ കേട്ടു. ഇത്തവണ അതൊരു നിലവിളിയായിരുന്നു. മീര വീണ്ടും വാതിൽ തുറന്നു നോക്കി. ഹാളിൽ ആ തടിച്ച മനുഷ്യൻ നിലത്ത് വീണ് കിടക്കുന്നു. അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുന്നു. വയസ്സായ സ്ത്രീ അവൻ്റെ മുകളിൽ കുനിഞ്ഞിരുന്ന് എന്തോ ചെയ്യുന്നു. മീരയ്ക്ക് കാഴ്ച സഹിക്കാനായില്ല. അവൾ വേഗം വാതിലടച്ചു. അവൾ കൂട്ടുകാരെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. പക്ഷേ ആരും ഉണർന്നില്ല. അവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് മീര ഭയന്നു. അവൾ റൂമിൻ്റെ വാതിൽ നല്ലപോലെ കുറ്റിയിട്ടു. ജനലുകളും അടച്ചു. അവൾ ഒരു മൂലയിൽ ചുരുണ്ടുകൂടിയിരുന്നു. പുറത്ത് കാറ്റും മഞ്ഞുവീഴ്ചയുമുണ്ടായിരുന്നു. പക്ഷേ അകത്ത് അതിനേക്കാൾ ഭീകരമായ എന്തോ നടക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. രാത്രി മുഴുവൻ അവൾ ഉറങ്ങാതെയിരുന്നു. താഴെ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. നിലവിളികൾ, കരച്ചിലുകൾ, എന്തൊക്കെയോ വലിച്ചിഴക്കുന്ന ശബ്ദം. നേരം വെളുത്തപ്പോൾ ശബ്ദങ്ങളെല്ലാം നിശബ്ദമായി. മീര പതിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. അവളുടെ കൂട്ടുകാർ അവരുടെ റൂമുകളിൽ നല്ല ഉറക്കത്തിലാണ്. അവൾ വേഗം താഴേക്ക് പോയി. ഹാളിൽ അവൾ രാത്രി കണ്ട കാഴ്ചകളൊന്നുമില്ല. രക്തക്കറയോ പെട്ടിയോ ആ തടിച്ച മനുഷ്യനോ ഒന്നുമില്ല. എല്ലാം സാധാരണ പോലെ. അവൾ അടുക്കളയിൽ പോയി ഗസ്റ്റ് ഹൗസിലെ ജോലിക്കാരെ കണ്ടു. അവരോട് രാത്രിയിലെ ശബ്ദങ്ങളെക്കുറിച്ച് ചോദിച്ചു. അവർക്കൊന്നും അറിയില്ലായിരുന്നു. ഇവിടെ രാത്രിയിൽ നല്ല നിശബ്ദതയായിരുന്നല്ലോ, നിങ്ങൾക്ക് വെറുതെ തോന്നിയതായിരിക്കും എന്നായിരുന്നു അവരുടെ മറുപടി. മീരയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. താൻ കണ്ടതും കേട്ടതുമെല്ലാം വെറും സ്വപ്നമായിരുന്നു. പക്ഷേ അവളുടെ മനസ്സ് അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അവൾക്ക് ആ വയസ്സായ സ്ത്രീയുടെ മുഖവും നിലവിളിയുടെ ശബ്ദവും ഇപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു. യാത്ര കഴിഞ്ഞ് അവർ തിരികെ കോളേജിലെത്തി. മീര ആ സംഭവം കൂട്ടുകാരോട് പറഞ്ഞു. ആദ്യം അവരത് വിശ്വസിച്ചില്ല. പക്ഷേ മീരയുടെ മുഖത്തെ ഭയം കണ്ടപ്പോൾ അവർക്കും എന്തോ അസ്വസ്ഥത തോന്നി. കുറച്ചു നാളുകൾക്ക് ശേഷം മീരയും ഒരു കൂട്ടുകാരനും കൂടി ആ ഗ്രാമത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചു. അവർക്ക് കിട്ടിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ആ ഗസ്റ്റ് ഹൗസിൽ ഒരു ദുർമന്ത്രവാദിനിയും അവളുടെ സഹായിയും താമസിച്ചിരുന്നു.
അവർ ആളുകളെ ഉപദ്രവിക്കുകയും ദുർമന്ത്രവാദം നടത്തുകയും ചെയ്തിരുന്നു. ഒടുവിൽ ഗ്രാമവാസികൾ അവരെ ആ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കൊലപ്പെടുത്തി. അതിനുശേഷം ആ ഗസ്റ്റ് ഹൗസിൽ വിചിത്രമായ കാര്യങ്ങൾ നടക്കാറുണ്ടെന്ന് ആളുകൾ പറഞ്ഞു. രാത്രിയിൽ നിലവിളികളും വിചിത്രമായ ശബ്ദങ്ങളും കേൾക്കാറുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. അപ്പോഴാണ് മീരയ്ക്കെല്ലാം മനസ്സിലായത്. താൻ രാത്രിയിൽ കണ്ടതും കേട്ടതുമെല്ലാം ആ ദുർമന്ത്രവാദിനിയുടെയും അവളുടെ സഹായിയുടെയും ആത്മാക്കളായിരുന്നിരിക്കണം. അവൾ കണ്ട ആ തടിച്ച മനുഷ്യൻ ഒരു പുതിയ ഇരയായിരുന്നിരിക്കാം. അതിനുശേഷം മീരയ്ക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും പുതിയ സ്ഥലങ്ങളിൽ താമസിക്കാനും പേടിയായി. ആ ഗസ്റ്റ് ഹൗസിലെ ആ രാത്രി അവൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ചില സ്ഥലങ്ങൾക്ക് നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ ഒരു ഭീകരമായ ഭൂതകാലമുണ്ടാകാം എന്ന് അവൾ മനസ്സിലാക്കി.